വെൽക്കം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് KS എക്സാമിന് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ്. പ്രൊവിഷണൽ ആൻസർ കീയും ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. 14/6 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. സാറ്റർഡേ ആയിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു പോസ്റ്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ക്വസ്റ്റ്യനും കുറച്ച് ടഫായിട്ടുള്ളതാണ്, പക്ഷേ കുറച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി? ഒന്നാമത്തതിന്റെ സിദ്ധാന്തത്തിൽ ഡാഷും ഡാഷും തുല്യമായിരിക്കണം, എന്നാൽ പ്രായോഗികമായി അവ വ്യത്യസ്ത സമീപനങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ അവ സാധാരണയായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ് ഒരുപോലെ ആയിരിക്കണം എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെയാണ് വരുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. ഒന്ന് മാത്രമാണ്. ദേശീയ വരുമാനവും അറ്റ ദേശീയ ഉൽപ്പന്നവും. ഇതിൽ ആൻസർ മാത്രം പറഞ്ഞു പോവാണ്. അതാവുമ്പോൾ പിന്നീട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തത് നോക്കിയേ, പദ്ധതിയുടെ അന്തിമ കരട് തയ്യാറാക്കിയ CP ധർ ആണ്. പഞ്ചവത്സര പദ്ധതിയുടെ അന്തിമ കരട് തയ്യാറാക്കിയത് CP ധർ ആണ്. പ്രധാനമായും ഗരീബി ഹട്ടാവോ എന്നതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തിനാ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഗരീബി ഹട്ടാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ളതിലേക്ക്. ലക്ഷ്യ വളർച്ചാ നിരക്ക് 4.4% എന്നാൽ യഥാർത്ഥ വളർച്ചാ നിരക്ക് 4.8%. നെഹ്റു മോഡലിന് വിപരീതമായി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ 1, 2, 3 ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഏതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നയങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുക, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക. 1, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 4, നെല്ലിനും ഗോതമ്പിനും ഉള്ള MSP 2008-2009 ക്വിന്റലിന് 850-1050 ആയിരുന്നത് 2023-24 ക്വിന്റലിന് എത്ര ആയി? നല്ല ഐഡിയ ഉള്ളവർക്ക് മാത്രമല്ല, നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഗസ് വർക്കും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഗസ് വർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2300-ഉം 2425 ആയിരുന്നു. അതായത് ക്വിന്റലിന് നെല്ലിൻ്റെത് 2300-ഉം ഗോതമ്പിന് 2425 ആയിട്ട് മാറിയിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതിൽ നിന്ന് കുറെ ആൻസർ. ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിനായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുക, ശേഖരിക്കുക, വിതരണം ചെയ്യുക. അതാണല്ലോ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറയുന്നുണ്ടാവുക. അപ്പൊ ഭക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം മാത്രമേ ഇവിടെ മര്യാദക്ക് വന്നിട്ടുള്ളൂ. അപ്പം 2C എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്ന് നോക്കാം. 1B, കാർഷിക വായ്പാ പദ്ധതി. കാർഷിക ഇൻപുട്ടുകൾക്കായി കർഷകർക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കുക. അവിടെ ആൻസർ നമുക്ക് കിട്ടി. പക്ഷെ 1B ആവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. പക്ഷെ 2C അറിയാമെങ്കിൽ എളുപ്പത്തിൽ കഴിയും. പിന്നെ സുസ്ഥിര കൃഷിക്കായുള്ള ദേശീയ ദൗത്യം NMSA 3D, കൃഷിക്കായുള്ള ജനസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമമായ ജല ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന വരുന്ന PMKSY വരുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മൂലമുള്ള നഷ്ടങ്ങൾക്ക് കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. ആറാമത് PMKSY, തൊട്ട് മുമ്പ് പറഞ്ഞ പദ്ധതിയുടെ സവിശേഷതകളെ കൃത്യമായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ആറാമത്തെ നോക്കിയേ, PMKSYയുടെ നിർത്തട ഘടകത്തിന് കീഴിൽ 2024-25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നത് UPയിലും ജാർഖണ്ഡിലുമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് UPയും സെക്കൻഡ് ജാർഖണ്ഡും. അപ്പോൾ ഓർമ്മിച്ചു വെച്ചോ, PMKSYയുടെ നീർത്തട ഘടകത്തിന് കീഴിൽ ഈ ഒരു വർഷത്തെ 2024-25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് UPയിലാണ്. അത് കഴിഞ്ഞ് ജാർഖണ്ഡാണ്. ശരിയാണ്. 2015 ജൂലൈ 1 പദ്ധതി ആരംഭിച്ചു. അതും ശരിയാണ്. അപ്പം 6A ആണ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ഏഴാമത്തത്, കഴിഞ്ഞ ദശകത്തിൽ ഉൽപാദന മേഖല ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് 5.2% കൈവരിച്ചു. 2023 സാമ്പത്തിക വർഷത്തിൽ 14.3% മൊത്തം മൂല്യവർദ്ധനവ് നേടി. അതിന്റെ കാരണം പറയുന്നത് സാമ്പത്തിക സർവേ പ്രകാരം ഉൽപാദന മേഖല ഇന്ത്യൻ വ്യാവസായിക മേഖലയിൽ മുൻപന്തിയിൽ തന്നെ തുടരുന്നു. ഇത് ഗണ്യമായ മുന്നോട്ടുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏഴാമത്തെ നോക്കിയേ, ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം ശരിയാണ്. അതിന്റെ ശരിയായ വിശദീകരണവുമാണ്. 6ഉം ശരിയാണ്. അസേഷനും റീസണും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എട്ടാമത്തത് ഓക്കെ, താഴെ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവയുടെ വിഭാഗവുമായി പൊരുത്തപ്പെടുക. അപ്പൊ റീസെന്റ് ഈ ന്യൂസുകളിൽ നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നവരത്നയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അറിയുന്നവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. 2A അവിടെ കിട്ടേണ്ടത്. അപ്പൊ അറിയാത്തവർക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഷിപ്പിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നവരത്ന വരുന്നുണ്ട്. അത് നവരത്ന കിട്ടും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മഹാരത്ന. 1D 2A. പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? മിനിരത്ന 1 CPSES.
CPSES വരുന്നുണ്ട്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് ആണെങ്കിൽ മിനിരത്ന 2 CPSES അങ്ങനെയാണ് വരുന്നത്. ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്ന് പറഞ്ഞല്ലോ അല്ലെ. ഇവിടെ പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയ സംസ്ഥാനം രാജസ്ഥാനാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ വിപണിയിലെ ന്യായമായ മത്സരം നിയന്ത്രിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതും നല്ല ഐഡിയ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2002 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. നെക്സ്റ്റ് 11, റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിൽ MORTH 2017 ആരംഭിച്ച ഭാരത്മാല പരിയോജനയുടെ പ്രധാന സവിശേഷത താഴെ പറയുന്നവർ ഏതാണ്? ഉത്തരം മാത്രം പറയാണ്. സാമ്പത്തിക പരിഗണനകളുടെയും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെയും സമഗ്രമായ 34,800 കിലോമീറ്റർ ശൃംഖലയുടെ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. സോ അതാണ് അവിടെ വരുന്നത്. ബി. 12, പരിസ്ഥിതി വനം മന്ത്രാലയം ചാരം ഉപയോഗത്തെക്കുറിച്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? 2 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ചാരം നീക്കം ചെയ്യുന്നതിനുള്ള ഭൂമിയുടെ ആവശ്യകത കുറയ്ക്കുക, ചാരം മൂലം ഉണ്ടാകുന്ന മലിനീകരണം പരിഹരിക്കുക എന്ന് വരുന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. 13, 1911ലെയും 2011ലെയും സെൻസസ് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 13 നോക്കിയേ. പ്രസ്താവന 1911 ഇന്ത്യയുടെ ആകെ ജനസംഖ്യ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 2011 അതിനേക്കാൾ എത്ര കൂടി എന്ന് കൊടുത്തിട്ടുണ്ട്. അത്രയും വളരെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിയുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 2 പ്രസ്താവനകളും ശരി തന്നെയാണ് കേട്ടോ. അത് ശരിക്കും അറിയുന്നവർക്ക് നമ്പറിൽ കൺഫ്യൂഷൻ ആയിട്ട് പലരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും ഈ ഉത്തരം രണ്ടും ശരിയാണ്. 14, 2023-24 പീരിയോഡിക് ലേബർ കോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന വിശദാംശങ്ങൾ പരിഗണിക്കുക. അപ്പം ഇതിലിപ്പോ ശരി മാത്രം നമുക്ക് നോക്കാം. 2023-24 15 വയസ്സും അതിൽ കൂടുതലുള്ള വ്യക്തികളുടെ തൊഴിലില്ലായ്മ നിരക്ക് 3.2% കഴിഞ്ഞ വർഷം. 15 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകളുടെ നഗര തൊഴിലില്ലായ്മ നിരക്ക് 2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 6.4% ഇത് രണ്ടും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ബി ആണ് വരുന്നത്. 14 ബി ആണ് വരുന്നത്. 15, UNDP HDR 2023-24 താഴെ പറയുന്ന കണ്ടെത്തലുകൾ സൂചിപ്പിച്ചു. കണ്ടെത്തലുകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. 15th വൺ ആൻസർ ആയിട്ട് വരുന്ന 3ഉം ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ മനുഷ്യ വികസന സൂചികയില് ഇന്ത്യ 134ാം സ്ഥാനത്താണ്. പിന്നെ ഇന്ത്യയുടെ ലിംഗവികസന സൂചികയുടെ മൂല്യം 2022 0.852 ആയിരുന്നു. 2022 ജനനസമയത്തെ ആയുർദൈർഘ്യം 67.7 ആയിരുന്നു. 3ഉം ശരിയായിട്ടുള്ളതാണ്. 15th വൺ. 16th വൺ ഒക്കെ നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രം ആൻസർ ചെയ്തിട്ടുണ്ട്. കുറേ ആൾ സ്കിപ്പ് ചെയ്ത് പോയ ക്വസ്റ്റ്യൻ ആയാണ് ചാൻസ്. ഇതിന് ആൻസർ വരുന്നത് 1 സി 2 ബി 3 എ 4 ഡി എന്നുള്ളതാണ്. അപ്പം 16th വൺ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത് GST കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? രണ്ടാമത്തെ മാത്രമാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇന്ത്യയുടെ GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മാത്രമേ ശരിയായിട്ടുള്ളൂ. സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. പിന്നെ 2024-25 സാമ്പത്തിക സർവേ ഇന്ത്യയുടെ ബാഹ്യ മേഖലയുടെ താഴെ പറയുന്ന സ്ഥിതി പുറത്തുവിട്ടു. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 18, ആൻസർ വരുന്നത് 3ഉം ശരിയാണ്. വായിച്ചു ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അറിയുന്നവർക്ക് മാത്രമേ ഇതും ചെയ്യാൻ പറ്റുള്ളൂ. 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി $602.6 ബില്യൺ ആയിരുന്നു. 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി $682.2 ബില്യൺ എത്തി. 2024 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 8 മാസങ്ങളിൽ $47.2 ബില്യൺ നിന്ന് 2025 സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിൽ $55.6 ബില്യൺ ആയി മൊത്ത FDI ഒഴുക്ക് വർദ്ധിച്ചു. അപ്പൊ ഇത് നല്ല ഐഡിയ ഉള്ളവർക്കേ കിട്ടുള്ളൂ. 3 സെന്റൻസും റെഡിയാണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരിക? ആൻസർ ആയിട്ട് ഡി ആണ്. ഇതൊക്കെ നല്ല ഡെപ്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. KSന്റെ എക്സാം ആണല്ലോ, സ്വാഭാവികമായിട്ടും നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ വീഡിയോ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് വീണ്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഡിസ്കഷൻ ഒക്കെ അപ്പൊ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 19ാമത് 2024-25 സാമ്പത്തിക സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 19ന്റെ ആൻസർ വരുന്ന ആദ്യത്തെ രണ്ടുമാണ്. 2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 1.2% ആയിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 1.3%
ഒന്നും രണ്ടും ഇവ രണ്ടും ശരിയായിട്ടുള്ളതാണ്. ഒന്ന് 2025 മറ്റേത് 2024 നെക്സ്റ്റ് 20. 2023-24 കേരളത്തിന്റെ സാമ്പത്തിക പ്രകടനം എല്ലാ മേഖലകളിലും ശക്തമായ വളർച്ചയാണ് പ്രകടമാക്കിയത്. 2022-23 മുതൽ 23-24 വരെയുള്ള മേഖലാ വളർച്ചയിലെ പാറ്റകളെ ശരിയായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? പ്രാഥമിക മേഖലയുടെ വളർച്ച 0.9-ൽ നിന്ന് 4.7% വർദ്ധിച്ചപ്പോൾ ദ്വിതീയ മേഖല 3.2%-ൽ നിന്ന് 4.1%-ആയി വളർന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി 21. കേരളത്തിന്റെ രണ്ടാം ഘട്ട വികേന്ദ്രീകരണത്തിന്റെ പ്രധാന സ്വഭാവം എന്തായിരുന്നു? രാഷ്ട്രീയവും ഭരണപരവുമായ പിന്തുണ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 21 ബി ആണ് വരാം. 22. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 പ്രകാരം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന പ്രതിഭകൾക്ക് ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുക്കുകയാണ്. ഈ റാങ്കിങ്ങിന് കാരണമാകുന്ന പ്രധാന ഘടകം ഇനി പറയുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായ ഘടകം എന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും വരുന്നുണ്ട്. പ്രതിശീർഷ GSDP-യും കുറഞ്ഞ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുമാണ്. പിന്നെ SDG ലക്ഷ്യം 4 സംസ്ഥാനത്തിന് മുൻനിര റാങ്കിങ്, പിന്നെ അതേപോലെ തന്നെ സംസ്ഥാന ബിസിനസ് പരിഷ്കാര പ്രവർത്തന പദ്ധതി 2022-ൽ മുൻകൈ എടുത്ത നയപരിഷ്കാരങ്ങൾ ഇതൊക്കെ വരും. മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 23-ൽ ഏതാണ് തെറ്റ്? കേരളത്തിൽ 16,000 തെറ്റായിട്ടുള്ളതാണ്, വായിക്കണ്ട. ശരിയായിട്ടുള്ള മാത്രം വായിക്കാം. ഇതാണ് ആൻസർ ആയിട്ട് വരും കേട്ടോ, തെറ്റല്ലേ ചോദിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ സഹകരണ സംഘങ്ങളുള്ള കേരളത്തിലാണെന്ന് പറയുന്നത് ശരിയാണ്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിൽ യുവജന സഹകരണ സംഘങ്ങൾ നിലനിർത്തുന്നതും ശരിയാണ്. എല്ലാത്തരം സഹകരണ സംഘങ്ങളിലും ഏറ്റവും വലുത് ഉപഭോക്തൃ സഹകരണ സംഘങ്ങളാണ്, അതും ശരിയാണ്. നെക്സ്റ്റ് 24 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിശപ്പുരഹിതം ലക്ഷ്യം 4 ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ആൻസർ, ഈ ഒരു ആൻസറിന്റെ ഒരു ക്ലൂ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മുമ്പ് ബാക്കോട്ടൊക്കെ ചെയ്യുന്നവർക്ക് വലിയ പ്രയാസം ഇല്ലാതെ ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇനി ബാക്ക് മുമ്പോട്ടൊക്കെ ചെയ്യുന്നവർക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 25. കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ ഏത് ഹൈവേയിലാണ്? NH 66-ലാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. 1963-ലെ കേരള ഭൂപരിഷ്കരണ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്തിനാണ്? കുടിയാൻ നിർത്തലാക്കുകയും കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. കുടിയാൻ നിർത്തലാക്കുകയും കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. 27. കേരളത്തിൽ താഴെ പറയുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ അതായത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായി പൊരുത്തപ്പെട്ടു. എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താ, നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അല്ലെ. കാരുണ്യം എന്ന് പറയും, കാരുണ്യ ആരോഗ്യ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് അറിയാലോ. 1B അവിടെ നിന്ന് ആൻസർ കിട്ടി. പിന്നെ 2A പ്രവാസി ക്ഷേമനിധി. കിസാൻ അഭിമാൻ, കിസാൻ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ? 30 ജനുകിട നാമമാത്ര കേരള കർഷക തൊഴിലാളി പെൻഷൻ എന്ന് പറയുമ്പോൾ വയോധികം, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് കിട്ടും. പിന്നെ ഉത്തരവാദിത്ത ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള ടൂറിസം ഉത്തരം അവിടെ തന്നെയാണുള്ളത്. 28C ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. അത് കൺഫ്യൂഷൻ ആയിട്ട് വിചാരിക്കും ഇനിയിപ്പോ ഉത്തരവാദിത്ത ടൂറിസം അല്ലേ, അങ്ങനെ ഒന്നും ചിന്തിക്കുന്നവർ ശരിക്കും പഠിക്കാതെ പോയവർക്ക് കൺഫ്യൂഷൻ ആവും. അല്ലാത്തവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. 29. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള 14ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന തന്ത്രങ്ങളിലൊന്ന് ഏതാണെന്ന് ചോദിക്കുന്നു. തന്ത്രങ്ങളിലൊന്ന് ഏതാണ്? പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. നെക്സ്റ്റ്, ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുക. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 31. കേരളത്തിൽ വരൾച്ചയുടെ ആവൃത്തി വർദ്ധിക്കുന്നതിന് കാരണമാകാത്ത ഘടകേത വ്യവസായവൽക്കരണമാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ആവാത്തതാണ് ചോദിച്ചത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും ഏറ്റവും നന്നായി നിർവചിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? അത് മാത്രം നോക്കാം. പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രം വ്യവസ്ഥാപിതമായ അന്വേഷണം ഉൾപ്പെടുത്തുന്നു. അതേസമയം സാങ്കേതിക വിദ്യ അറിവ് പ്രായോഗിക നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നു. B ആണ് ആൻസർ ആയിട്ട് വരിക. 33. ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? 33ാമത്തെയാണ് ചോദ്യം. C ആണ് ആൻസർ ആയിട്ട്. രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 34ാമത്തെ ചോദ്യം. 33ന്റെ ആൻസർ C ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഇന്ത്യയുടെ മിസൈൽ മാൻ ആരാണ്? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. പിന്നെ ICTയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രധാനമായി ലക്ഷ്യമിടുന്ന ഏതാണ്? സർക്കാർ സംരംഭം ഏതാണ്? ഡിജിറ്റൽ ഇന്ത്യ ആണ്. 35A ആണ്. പിന്നെ 36 നെറ്റ് ഇക്വേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് വേർഡ് വായിച്ചവർക്ക് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. അത് അവർ ഉദ്ദേശിക്കുന്ന ഓൺലൈൻ ആശയവിനിമയം നടത്തുന്ന മാന്യവും ധാർമ്മികമായ പെരുമാറ്റത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് എറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. അത് ആ ഒരു വേർഡ് എറ്റിക്വേറ്റ് എന്ന് പറഞ്ഞാൽ എറ്റിക്വേറ്റ് അല്ലെങ്കിൽ എറ്റിക്വേറ്റ് എന്ന് പറഞ്ഞ വേർഡ് പരിചയമുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് 37. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയുടെ ഗുണങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്ന ഏതാണ്? അവ വിവിധ മേഖലയിൽ ഓട്ടോമേഷൻ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കൃത്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശരിയാണ്. 38. ഭരണത്തിൽ ICT എന്ത് പങ്കാണ് വഹിക്കുന്നത്? ICT എന്താണ് ചെയ്യുന്നത്? ICT എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ?
തുടർന്ന് ടെക്നോളജിയെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ICT ഇതാ വരുന്നത് 38. സി, ഇത് ഭരണനിർവഹണം കാര്യക്ഷമമാക്കുകയും പൗരന്മാർക്കുള്ള സേവന വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഭാഗമല്ലാത്തതെന്നുള്ള 39ന്റെ ആൻസർ സി ആണ് വരുന്നത്. പക്ഷെ അധികം ആരും അണ്ടർ വാട്ടർ സിമുലേഷനാണ് കൊടുത്തിട്ടുണ്ടാവുക. കാരണം ബാക്കിയെല്ലാം ബഹിരാകാശത്തേക്ക് പോകുന്നതല്ലേ നിങ്ങൾക്ക് ആലോചിച്ചേക്കാം. ന്യൂക്ലിയർ റേഡിയേഷൻ ഷീൽഡിംഗ് ടെസ്റ്റുകളാണ് നടത്തേണ്ടതില്ലാത്തതെന്നാണ് പറയുന്നത്. 39 സി. പിന്നെ 40 പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ RLV വികസിപ്പിക്കുന്നതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വെല്ലുവിളി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കുറഞ്ഞ ചെലവിലുള്ള ഇന്ധനം ലഭിക്കുക. അത് വെല്ലുവിളി അല്ലല്ലോ, നല്ലതല്ലേ. താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ 40 കിലോഗ്രാം മാസ് പേലോഡുകൾ സ്ഥാപിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണാത്മക ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ആൻസർ SLV-3 ആണ്. SLV-3. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഏതാ വരുന്നത്? രാജസ്ഥാനിലെ ദാബിയ സോളാർ പാർക്ക് അല്ലേ? ദാബിയ സോളാർ പാർക്ക് ആണ് വരിക. അറിയായിരിക്കും. ബാദിയ സോളാർ പാർക്ക്. ഓക്കെ. നെക്സ്റ്റ് 43 ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം കൂടംകുളം ആണവ നിലയം. നെക്സ്റ്റ് 44ാമത്തെ വരുന്നത് ഇത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ദൗത്യത്തിന്റെ ലക്ഷ്യമല്ലാത്തത്. മറ്റു ആണവായുധങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ആയുധങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഒരിക്കലും ആയുധം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയില്ല. ഇതാണ് ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 45 ഇന്ത്യയിൽ സെലീനിയം മലിനമാകാനുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാ വരിക? മുകളിൽ പറഞ്ഞവയെല്ലാം. വ്യാവസായിക സ്രോതസ്സും കാർഷിക രീതികളും ഭൂഗർഭജലവും ഒക്കെ കാരണമാവാൻ പോകുന്നുണ്ട്. 46 ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലുകൾ. ഇവയ്ക്ക് കാരണമായി അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപാദനം, ഹരിതഗൃഹ പ്രഭാവത്തിൽ വർധനവ്, ഉയർന്ന ആഗോളതാപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരിക. 46A. 47 ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്യോട്ടോ പ്രോട്ടോക്കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഹരിതഗൃഹവാതക സാന്ദ്രതയിൽ സ്ഥിരത കൈവരിക്കുക, ഭക്ഷ്യോൽപാദനം ഭീഷണിയിലാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. അത് രണ്ടുമാണ് വരുന്നത്. ഹരിതഗൃഹവാതകങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. 1, 4 ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ഒരു സങ്കേതം, ദേശീയോദ്യാനം തുടങ്ങിയ സംരക്ഷിത വനത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വികസിത പദ്ധതികൾ ആരംഭിക്കാൻ കഴിയും എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. അത് ഏതുമായി പ്രസ്താവനയെ ബന്ധപ്പെട്ട് വരുന്നത്? വന്യജീവികൾക്കായുള്ള ദേശീയ ബോർഡിന്റെ അനുമതി ആവശ്യമാണ്. വേറെ ആരും അനുമതി ആവശ്യമില്ല. ആൻസർ ആയിട്ട് ഏതാ വരിക? 2 മാത്രം. സി. 49 പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകൾ ESZ എന്നാണ് പറയുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസ് ആണ് പറയുന്നത്. അപ്പൊ അതിൽ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള എന്നാ ചോദിക്കുന്നത് പ്രസ്താവനകൾ. ആദ്യത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 49 സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 മാത്രം. ദേശീയോദ്യാനങ്ങളെയും സങ്കേതങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള 1986 പരിസ്ഥിതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ മുതലായവ. കാർബൺ ഓഫ്സെറ്റിനെ കുറിച്ചുള്ള ഏത് പ്രസ്താവനകൾ ശരിയാണ്? ഹരിതഗൃഹ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള ചില വേർഡ്സ് നമുക്ക് ഇംഗ്ലീഷാണ് കുറച്ച് യൂസ് ചെയ്യാൻ എളുപ്പം. കുറയ്ക്കുന്നതിനുള്ള ക്രെഡിറ്റുകളാണ് കാർബൺ ഓഫ്സെറ്റുകൾ എന്ന് പറയുന്നത്. കാർബൺ ഓഫ്സെറ്റുകൾ അളക്കുകയും മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായി വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്രെഡിറ്റുകൾക്കാണ് നമ്മൾ കാർബൺ ഓഫ്സെറ്റ് എന്ന് വിളിക്കുക. അത് എന്ത് ചെയ്യുന്നുണ്ട്? അളന്നിട്ട് എന്ത് ചെയ്യുകയാണ്? മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായി വിൽക്കുകയും ചെയ്യുന്നു പറയുന്നത്. 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഏതാണ് ഇതിൽ വരിക? 50A. 51 in English ആണ് വരുന്നത്. The young lawyer spoke with deference to the judge, acknowledging her years of experience and wisdom. ഇതിൽ deference എന്ന് പറഞ്ഞ വേർഡിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. സിമിലർ വേർഡ് ഏതാണ്? humble submission and request. 51B ആണ് വരിക. 51B. 52 ഏതായിരിക്കും വരിക? 52 എന്ന് പറഞ്ഞാൽ complete the sentence using the present perfect tense ആണ് ചോദിച്ചത്. They dash each other since they childhood. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. They have known each other since childhood. 52B ആണ് വരിക. 53 choose appropriate connectives. Dash the opportunity arises, seize it without hesitating, dash fearing, dash you might fall. Whenever an opportunity arises, seize it without hesitating or fearing that you might fail. അങ്ങനെയാണ് വരിക അല്ലേ? 54ന്റെ ആൻസർ ഏതാ വരിക? സി ആണ് വരിക. As he was indifferent, they punished him. He was indifferent and they punished him എന്നുള്ളതിനെ പാസീവ് ആക്കി കോംപ്ലക്സ് ആക്കിയിട്ട് മാറ്റാനാണ് പറയുന്നത്. As he was indifferent, they punished him. കുറച്ച് കോംപ്ലക്സ് ആയി കളയാം. അത് തന്നെ സിമ്പിൾ സെന്റൻസിൽ കോംപ്ലക്സ് ആക്കാം. കോംപ്ലക്സ് സെന്റൻസ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. 55 ഏതാണ് വരിക? I filled the tank but unfortunately I filled it. വിത്തും ബയ്യും മാറിപ്പോ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. വിത്താണ് വരിക. With the wrong kind of fuel. Choose an appropriate phrasal verb and mark the answer in your response sheet. They were walking too fast. I could not keep up with them. അങ്ങനെയാണ് വരിക. Keep up with them. Fill in with appropriate pronouns and mark the answer. It's an interesting book that I have read this a long time. It is not mine. It is ആരുടേതാ? It is hers. There എന്ന് പറയില്ല, ours എന്ന് പറയില്ല, Jones എന്ന് പറയാൻ പറ്റില്ല. കോമ ഇട്ടിട്ടുണ്ട് അല്ലേ? അത് പറ്റില്ല. അപ്പൊ hers എന്നാണ് വരിക. 57A ആണ് ആൻസർ ആയിട്ട് വരിക. 58 ഈ സെന്റൻസ് റീറൈറ്റിംഗ് ഇത് തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. റീറൈറ്റ് ചെയ്താൽ ഇങ്ങനെയാണ്. ഈവൻ
even though it was late, hyphen it up, almost midnight, hyphen, she continued reading her book, unable to put it down, knowing that she would regret staying up so late. അപ്പോൾ അത് ആണ് വരിക. 59. Choose the era. Era ഏതാണെന്ന് ചോദിക്കുന്നത്. Scenarios are beautiful. The sceneries are beautiful എന്നാണ് വരുന്നത്. അപ്പൊ സീനറീസ് എന്ന് പറയില്ല, സീനറി എന്നേ പറയുള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് വരിക കറക്റ്റ് ആയിട്ടുള്ളത്. 59 സി. 60. The lifespan of certain species. Certain species എന്ന് പറയുന്നത് പീസ് ആണ് ആൻസർ ആയിട്ട് വരിക. 60. 61. We used to study together. നമ്മൾ ഒരുമിച്ച് പഠിക്കാറുണ്ടായിരുന്നു എഴുതി പറയും. Didn't we ആണ് വരിക. Didn't we. 61 സി വരും. 62. He was late for the meeting. Consequently, he missed the initial procedures of the proceedings of the event. Consequently, late ആയതുകൊണ്ട് എന്നുള്ള രീതിയിൽ പറയില്ല. 63. She found books to be her only source of happiness. അപ്പോൾ ഇതൊരു adjective ആയിട്ട് യൂസ് ചെയ്യാനാ പറഞ്ഞത്. adjective എന്ന് പറയുന്നത് നൗണിന്റെ കൂടെ കാണണം അല്ലെ. അപ്പോൾ ഏതാണ് ബുക്സിന്റെ നൗണിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ വരുന്നത്. സി ആണ് ആൻസർ ആയിട്ട് വരിക. 63 സി. 64. Choose a correct active voice and mark your answer in a response sheet. Lesson was explained by the teacher clearly. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരെ പാസീവിലേക്ക് മാറ്റി. Teacher explained the lesson clearly. 65. Use a proverb. That is a girl dash we met yesterday. Whom we met yesterday. When they realized I dashed them, they dashed away. Whenever I was looking at them, they turned away. B ആണ് വരിക. 66 B ആണ് വരിക. 67. She didn't mean to dash, but she accidentally revealed the surprise party details. Spill the beans എന്നാ പറയാം. Find the antonym of the underlined word and mark the answer in the response sheet. The concealed, ഒളിപ്പിച്ചു വെച്ചു. Unveiled, അതിന്റെ ഓപ്പോസിറ്റ് unveiled ആണ്. Veiled ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിപ്പിക്കുക. അപ്പോൾ unveiled എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കാട്ടുക എന്ന് പറയാം. ഇപ്പൊ ആന്റണിം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 69. എന്താ വരിക? ഇത് ശരിയാക്കിയ സെന്റൻസ് ശരിയാക്കിയ എന്താവും? സിമ്പിൾ അല്ലേ? The children went to the park yesterday. ആൻസർ വായിച്ചാൽ തന്നെ കിട്ടും അല്ലേ? നെക്സ്റ്റ്, convert the reported speech and mark your answer in the response sheet പറയുന്നത്. I met him yesterday. Reported speech ആക്കി മാറ്റാനാ പറയുന്നത്. ആൻസർ വരുന്നത് ബി ആണ്. She said that she had met him the previous day. 71. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നതിന് വസന്ത അർത്തു. അതെന്തെങ്ങനെയാ വരിക? ഇങ്ങനെ നമ്മൾ പിരിച്ചെഴുതാം. വസന്ത ഋതു എന്ന് വരും. ചുവരെ എഴുതുന്ന ശരിയായ പ്രയോഗം ഏത്? ഇതിപ്പോ പാടി എന്ന് പറയുമ്പോൾ രണ്ട് പ ഇരട്ടിക്കണ്ടേ? കാണെ പോകെ. ഇതിൽ ശരിയായിട്ടുള്ളത് ഇത് മാത്രമാണ്. നോക്കി ഇവിടെ റിപ്പീറ്റ് ചെയ്യില്ല. സമൃദ്ധി എന്ന പദം തിരിച്ചെഴുതുന്നത് എങ്ങനെ? 73. സം പ്ലസ് ഋദ്ധിയാണ് കേട്ടോ. സം പ്ലസ് ഋദ്ധി. ചുവടെ കൊടുത്തിട്ട് തെറ്റായ പ്രയോഗം വറുത്തച്ചക്ക തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. കാറ്റ് എന്നർത്ഥം വരാത്ത പദം. അപ്പൊ അനിലനും തന്നിട്ടുണ്ട്. അനിലനാണ് കാറ്റ്, അനലൻ തീയാണ്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വേറിട്ട ജോഡി. 76. ഇരിക്കണം എന്നുള്ളതാണ് വേറിട്ട ജോഡി എന്ന് പറയുന്നത്. തെറ്റായ പദം ഏത്? ഇതില് ഏതാണ്? ചെമപ്പ് റെഡിയാണ്, പ്രവൃത്തി റെഡിയാണ്, ചെലവ് റെഡിയാണ്, പ്രദക്ഷിണം എന്നാണ് വരിക. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ള പ്രയോഗം. 78. ശരിയായ പ്രയോഗം ദൈനംദിനാവശ്യം. ശരിയായ പ്രയോഗം ഏതാ? യാദൃച്ഛികം. പരകീയമല്ലാത്ത, പുറത്തുനിന്ന് വന്നതല്ലാത്ത വേർഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വന്ന വേർഡാണ്. അപ്പം ഇത് വരുന്നത് കടലാണ്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമികം. 81A. 82. ഇതിലെ ഭ്രമര വര്യനെ നീ ഭരിച്ചു. ഭ്രമരം വണ്ടാന്ന് അറിയുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. വണ്ടിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. പുരോഗതി എന്ന പദത്തിന്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദം ഏതാണ്? അധോഗതിന് മാർക്ക് ചെയ്യേണ്ടത് പശ്ചാത്ഗതിയാണ്. 89. ആധുനികതയ്ക്ക് ശേഷം ഇതിലെ ശരിയായ പ്രയോഗം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണെന്ന് പറയേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. 89 പിന്നെ 90. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഞായറോടൊപ്പം ഉണർത്തുന്ന ഈ വരികളിലെ ഞായർ എന്ന പദത്തിന് അർത്ഥം എന്താ? സൂര്യൻ. സൺഡേ അല്ലേ ഞായർ? ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ വാക്യം ഏത്? അയാൾ എന്നും വൈകുന്നേരം പതിവായി എന്ന് പറയില്ല. പതിവായി എന്നും ഒന്നിച്ച് വേണ്ട. തെറ്റാണ്. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം. പെട്ടെന്നുണ്ടായ സംഭവത്തിനെയാണ് നമ്മൾ ആകസ്മികം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊന്നുമില്ല. മന്ത്രി ഇന്നും ഇന്നലെ കലക്ടറും അപകട സ്ഥലം രക്ഷാകർത്തങ്ങൾ അയാളെ വിദ്യാഭ്യാസം ഒന്നും ചെയ്യില്ല. മന്ത്രി ഇന്നും ഇന്നലെ കളക്ടർ എന്നെല്ലാം പറയുന്നത് തെറ്റല്ലേ? അപ്പൊ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. 92D. 93. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിരാക്ഷേപ പത്രം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. 94. അന്യത്ര സേവനം എന്ന് വരുന്നത് ഡെപ്യൂട്ടേഷനാണ് വിളിക്കുക. നെക്സ്റ്റ്, തീയില്ലാതെ പുകയില്ല. കാര്യവും കാരണവും പരസ്പര ആശ്രിതമാണ്. റോം വാസ് നോട്ട് ബിൽഡ് എ ഡേ. റോം ഒരു ദിവസം എന്താ പറയാൻ പറ്റുക? അതിന്റെ അർത്ഥം എന്താ? 96C. നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും. Where there is a will, there is a way. ഇത് ഉത്തരം ഇതാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ ഒരുമേലും ഒലക്കുമേലും കിടക്കാമെന്നുള്ളതും
തെറ്റി മാർക്ക് ചെയ്തു പോയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. കാരണം അത് തെറ്റിപ്പോകാൻ ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ബി ആണ് ആൻസർ, ശരിക്കുള്ള ആൻസർ. നന്നായിട്ട് ഒന്ന് ആലോചിച്ചവർക്ക് കിട്ടും. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ഭാഗം ഏത്? ഷഷ്ടി പൂർത്തി എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലേ തെറ്റ് വന്നിട്ടുണ്ടാവുക. ബാക്കിയുള്ള ഭാഗം റെഡി അല്ലേ, നിങ്ങൾ നോക്കിയല്ലേ. നെക്സ്റ്റ്, ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്താൻ അവനെ താൽക്കാലികമായ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ടെമ്പറലി സസ്പെൻഡഡ് ഫ്രം വർക്ക്. എ ആണ് വരിക. 100 സാമാന്യത്തിന് ഓപ്പോസിറ്റ് വിശേഷമാണ് 100D. അപ്പൊ നിങ്ങളുടെ കിട്ടിയ മാർക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൊന്നുമില്ല. കാരണം KS എക്സാം ആണ്, വല്ലപ്പോഴും വിളിക്കുന്ന എക്സാം ആണ്. പിന്നെ അതിന്റെ മാർക്കിന്റെയും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 100+ കിട്ടിയ ആൾക്കാർ എന്തായാലും ഇതിലേക്ക് സെലക്ടഡ് ആകും എന്നൊരു 80% പറയാൻ പറ്റും. പിന്നെ ഒരു 90 to 100 കിട്ടിയ ആൾക്കാർക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 50 to 60% ചാൻസ് ഉണ്ട്. പിന്നെ 85-ന് മുകളിൽ കിട്ടിയ 85 to 90 വരുന്ന ആൾക്കാർക്ക് ഒരു 30 to 40% ചാൻസ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണ് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോ നന്നായിട്ട് എത്ര പേര് എങ്ങനെയൊക്കെ എഴുതിയെന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും 2 പേപ്പറിന്റെ കൂടി മാർക്ക് കൂട്ടിയിട്ടിട്ടാണ് വരുന്നത്. രണ്ടും കൂടിയാണ് പറയുന്നത്. രണ്ടും കൂടിയാണ് ഈ രീതി പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.